ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പനീർ വെച്ചിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഭവം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യമായി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സവാള, അതും പിന്നീട് ഒരു മീഡിയം ക്യാപ്സിക്കവും, ശേഷം നമ്മുടെ പനീറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മസാലയായിട്ട് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1.5 സ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് 1 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവയെല്ലാം കൂടി പനീർ പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ശേഷം ഒരു കടായി നല്ലപോലെ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പനീർ ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് വരേക്കും നമ്മൾ ഇളക്കാനായിട്ട് പാടില്ല. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനീർ വിട്ട് പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ പതുക്കെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പനീർ ഒന്ന് ഫ്രൈ ആവണ വരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ശേഷം അതൊന്ന് മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 1/4 സ്പൂണോളം നല്ല ജീരകം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ 1 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സബോളയും കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. സബോള നമുക്കൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനും ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്ത് സവാള നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. സവാള ബ്രൗൺ ഷെയ്ഡാകുന്ന ചെയ്യേണ്ട അത്രയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ മസാലയിലേക്ക് ആവശ്യത്തിന് എരിവിനായിട്ട് നമ്മൾ ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നീട് ഒരു 1/2 സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറണ വരേക്കും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഒരു 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഗ്രേവിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഒരു 2 മീഡിയം പഴുത്ത തക്കാളി മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ തക്കാളി വേവാനായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് പാകല്ലേ നോക്കാം. പനീറിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് തക്കാളി വേവുന്ന വരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം മസാല നല്ല രീതിയിൽ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പൊക്കെ പാകല്ലേ നോക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ മിക്സും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് പനീറും ക്യാപ്സിക്കവും ഒക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 2 മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണവരേക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുന്ന പാകത്തിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ശരിക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു സെമി ഗ്രേവിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കും ബ്രെഡിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.